ADGP RSS കൂടിക്കാഴ്ചയെ ന്യായീകരിച്ച സ്പീക്കർ AN ഷംസീറിനെ തള്ളി CPI. ഷംസീർ പ്രസ്താവന ഒഴിവാക്കണമായിരുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. സ്പീക്കറുടെ പ്രസ്താവന അനുചിതമെന്ന് AIYF-ഉം വിമർശിച്ചു. സ്പീക്കർ എന്നത് സ്വതന്ത്ര പദവിയാണെന്നും RSS വിഷയത്തിലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ അങ്ങനെ കണ്ടാൽ മതിയെന്നും LDF കൺവീനർ TP രാമകൃഷ്ണനും പ്രതികരിച്ചു. പ്രതികരണങ്ങളിലേക്ക് പോകാം. ആദ്യം മഹാത്മാഗാന്ധിയുടെ വധത്തിൻ്റെ പേരിൽ ഒരു കാലത്ത് ബാൻ ചെയ്യപ്പെട്ട സംഘടനയാണ് RSS. അതിന് ആ പ്രാധാന്യം അതിനുണ്ട്. ഷംസീറിനെ പോലെയുള്ള ഒരാൾ ആ പ്രസ്താവന ഒഴിവാക്കേണ്ടതായിരുന്നു. ആ പ്രസ്താവന ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ക്രമസമാധാനത്തോടെ ADGP ഊഴം വെച്ച് RSSൻ്റെ മേധാവികളെ പോയി കാണുന്നു. ആ കൂടിക്കാഴ്ചയുടെ പൊരുളെന്താണ് അതറിയാൻ അവകാശമുണ്ട്. ഇടതുപക്ഷത്തെ കൂടി MLA ആയിട്ടുള്ള PV അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവമായ ഗുരുതരമായ ആരോപണങ്ങളാണ് പോലീസ് സേനയിലെ തലപ്പത്തുള്ള ADGP അടക്കമുള്ള SP അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഒരു ജനകീയമായ പോലീസ് നയമുണ്ട്. എന്നാൽ ഇടതുപക്ഷ സർക്കാരിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ആ പോലീസ് നയത്തിനുമെല്ലാം കളങ്കമേൽപ്പിക്കുന്ന വാർത്തകളും അതുപോലെ തന്നെ നിലപാടുകളുമാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അനധികൃതമായ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പോലീസ് സേനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലൈംഗിക പീഡനമടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് SP അടക്കമുള്ളവരെ സംരക്ഷിക്കുന്ന നിലപാട് ADGPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായി ആരോപണങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഇത്രയും ഗൗരവമായ ആരോപണങ്ങൾ ഉയർന്നു വന്ന ADGPയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ് AIYFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം. അല്ല, ഷംസീർ അദ്ദേഹത്തിൻ്റെ സ്പീക്കർ എന്നതൊരു സ്വതന്ത്ര പദവിയാണ്. അത് വെച്ചിട്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അതിൻ്റെ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ അദ്ദേഹമായിട്ട് അന്വേഷിക്കാമെന്നല്ലാതെ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് എനിക്കിപ്പം പ്രതികരിക്കാൻ പറ്റില്ല. പ്രസ്താവനയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്, പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ്. ശ്രീജിത്ത്, ADGP RSS കൂടിക്കാഴ്ച അത് സ്പീക്കർ AN ഷംസീർ എന്താണോ പറഞ്ഞത് അത് CPI തള്ളിക്കളയുന്നുണ്ട്. പക്ഷേ ഷംസീറിന് വ്യക്തിപരമായി അങ്ങനെ പറയാനുള്ള ഒരു അവകാശം അംഗീകരിച്ചു കൊടുക്കുകയാണോ CPIM? ഷംസീറിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് മുന്നണിക്കകത്തു നിന്നാണ് എതിർസ്വരങ്ങൾ വന്നിരിക്കുന്നത്, വിമർശനപരമായ സ്വരം വന്നിരിക്കുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPIയുടെ യുവജന സംഘടനയായ AIYF-ഉം ശക്തമായ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഷംസീറിനെ പോലെ ഒരാൾ അങ്ങനെ പറയാൻ പാടില്ല എന്ന പ്രതികരണമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയിരിക്കുന്നത്. സ്പീക്കറുടെ പ്രതികരണം അനുചിതമായി പോയെന്ന പരാമർശവുമായി AIYF നേതാക്കളും രംഗത്ത് വരുന്നു. എന്നാൽ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ ഷംസീറിന് സ്പീക്കർ എന്ന സ്വതന്ത്ര പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രതികരണമാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന കാര്യത്തിൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതികരണത്തെ ആ നിലയ്ക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്നാണ് TP രാമകൃഷ്ണൻ്റെ പ്രതികരണം. ഷംസീറിൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഈ പ്രതികരണത്തെ ചൊല്ലി CPIഎമ്മിൻ്റെ സൈബർ ഇടങ്ങളിലും മറ്റും വലിയ തോതിൽ വിമർശനം ഉയരുന്നുണ്ട്. എന്നാൽ ഷംസീറുമായി കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം താൻ പറഞ്ഞത് ഒരു വാസ്തവമാണ്. RSSനോട് രാഷ്ട്രീയമായ വിയോജിപ്പോ മറ്റ് നയപരമായ വിയോജിപ്പുകളും എല്ലാം നിലനിർത്തുമ്പോഴും അവർ ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്നത് താൻ പറഞ്ഞതൊരു വസ്തുതയാണ്. ആ വസ്തുതയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന് താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് ഷംസീർ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തിപരമായി RSSൻ്റെ ആക്രമണങ്ങൾക്കിരയായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഷംസീർ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ താൻ ഒരിക്കലും അത്തരത്തിൽ RSSനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ആളല്ല, മറിച്ച് ഈ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന് പറയുമ്പോൾ അതിനിൽ ആരും അങ്ങനെ ഒരു രോഷം കൊള്ളേണ്ടതില്ല എന്ന് മാത്രമാണ് താൻ ഉദ്ദേശിച്ചതെന്നാണ് പറഞ്ഞത്.